പെയിൻ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ചിത്രം വരയ്ക്കണം മുടക്കണ്ട കേട്ടോ. ഇതാട്ടോ അടിപൊളിയായിട്ട് നമുക്ക് ചിത്രം വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള മുറികൂട്ടിൻ്റെ ഇലയാട്ടോ. പിന്നെ ഉള്ളത് തുളസി എല്ലായിടത്ത് കോമൺ ആണല്ലോ. അത് രണ്ടും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂട്ടി കുറച്ച് പേസ്റ്റ് പോലെയല്ല, വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തു. പിന്നെ നമുക്ക് സ്കെച്ചാണ് വരച്ചെടുക്കേണ്ടത്. അതാണ് നമുക്ക് കുറച്ചൊരു പണി. നമുക്ക് ഏകദേശം ഒരു കൈ ഷേപ്പ് പോലെ ഒന്ന് വരച്ചെടുക്കണം. ഞാൻ എൻ്റെ കയ്യൻ അങ്ങനെ വെച്ച് നോക്കിയിട്ടാട്ടോ വരച്ചെടുത്തത്. പിന്നെ നമ്മൾ പെയിൻറ്റിങ് ആണ്. ഞാൻ തുളസിയുടെ ഒരു പച്ച കളർ അടിയിലും മറ്റൊരു വയലറ്റ് കളർ നിറവിലും ആട്ടോ എടുത്തത്. പിന്നെ ഞാൻ കുറച്ച് പൂക്കളും ഇലകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ പേപ്പറിൻ്റെ അടിയിലൊരു പലക കഷ്ണം വെക്കുക. പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമ്മൾ പറിച്ച് കൊണ്ടുവന്നതൊക്കെ തലങ്ങും വിലങ്ങോട് വെച്ച് കൊടുക്കുക. തല തിരിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ ശേഷം ഒരു പേപ്പർ വെച്ചിട്ട് ചുറ്റിയോണ്ട് നല്ലപോലെ അടിച്ച് അതിൻ്റെ സ്റ്റെയിന് വരുത്താം. പക്ഷേ അത് നടക്കണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പേപ്പർ ഒഴിവാക്കിയിട്ട് സാധാ സ്റ്റെയിൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇതാണ് നമ്മുടെ പ്രധാന ഭാഗം. നമ്മൾ പെൻസിൽ എടുത്തിട്ട് കുറച്ച് കളർ വരുന്ന പെൻസിൽ എടുത്താൽ മതി. നല്ലപോലെ വരച്ച് കൊടുക്കുക. നമ്മൾ ആ സ്റ്റെയിൻ വരുന്ന ഭാഗത്തൊക്കെ ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടാവും നമുക്ക്. അതൊക്കെ നമ്മൾ നല്ലപോലെ വരച്ചെടുത്താൽ നമുക്ക് നല്ലൊരു ചിത്രമായിട്ട് നമുക്ക് അത് കിട്ടും. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഷെയ്ഡിങ് ഒക്കെ കൊടുത്താൽ മതി. അപ്പോൾ നല്ല രസത്തിൽ നമുക്ക് ഒരു ചിത്രം നമുക്ക് കയ്യിൽ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഏതായാലും വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. അതിന് കുറേ കൂട്ടുകാർ പെയിൻ്റ് ഇല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞിരിക്കണ്ട. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല രസമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഒരു ലൈക്കൊക്കെ തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പെയിൻറ്റിങ്, ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ശരി.